Hi friends, welcome back to my channel. ഞാൻ ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചുരിദാറാണ് തയ്ക്കുന്നത്. അത് നമ്മൾ പ്രത്യേകിച്ച് അളവുകളൊന്നും എടുക്കാതെ നമ്മുടെ പഴയ ഒരു ചുരിദാറിൽ നിന്നും, അതായത് നമ്മുടെ കറക്റ്റ് അളവായിട്ടുള്ള ഒരു ചുരിദാറിൽ നിന്നും എങ്ങനെ നമുക്കൊരു പുതിയ ചുരിദാറിനുള്ള അളവുകൾ എടുത്ത് തയ്ക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മളിവിടെ അതിനായിട്ട് 2 മീറ്ററിൻ്റെ കോട്ടൺ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഈ തുണി നിവർത്തിയിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഒറ്റ മടക്ക് മാത്രം ഒന്ന് കൊടുത്തു. ഒരു ഫ്രണ്ട് ഭാഗം മാത്രം തയ്ക്കാവുന്ന പോലെ. നമ്മൾ പഴയ ഒരു ചുരിദാറിൽ നിന്നാണ് ഈ ചുരിദാർ ടോപ്പ് തയ്ക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ പഴയ ഒരു ചുരിദാർ ഇതിന് മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തു, നമ്മുടെ കറക്റ്റ് സൈസായിട്ടുള്ളത്. അന്നേരം നമ്മളിതാ ഇവിടെ ഇത്രയും ഭാഗം കുറച്ച് നമ്മൾ സ്പേസ് വിട്ടിട്ട് വേണം ഇങ്ങോട്ട് നമ്മളിത് വെക്കാനായിട്ട്. ഈ എൻഡെല്ലാം ഒരുപോലെ വേണം നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഒരുപോലെ എല്ലാം താഴെ വരെയും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ട്രേസ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. ഷോൾഡറിൻ്റെ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഈ പോയിന്റിൽ നിന്നും താഴേക്ക് നമുക്ക് 7.5 ഇഞ്ച് നമ്മുടെ കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴി നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ ആ പോയിന്റ് വരച്ചത് ഓൾറെഡി നമ്മൾ വരച്ചതുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു കർവ് വരച്ചു കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരു 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാറ്റി ഒരു പോയിന്റ് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു കർവ് ഇങ്ങനെ ഒന്ന് കർവും വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്നെല്ലാം ഒരു 1.5 ഇഞ്ച് നമുക്ക് സീം അലവൻസ് കൊടുക്കണം. നമ്മളിപ്പം കറക്റ്റ് സൈസാണ് നമ്മളിപ്പോൾ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതിന് കൂട്ടത്തിൽ ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് ഫുള്ളായിട്ടൊന്ന് കൊടുക്കാം. ഇവിടെയായിരുന്നു നമ്മുടെ സ്ലിറ്റ് വന്നിരുന്നത്. ഇതിൻ്റെ ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നിർത്താം. ഇനി നമുക്ക് ഇവിടുന്ന് താഴേക്ക് 1 ഇഞ്ച്, അതായത് നമ്മുടെ ഈ പോയിന്റിൽ നിന്നും ഈ എൻഡിലേക്ക് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ സ്ലിറ്റിൻ്റെ പോയിന്റിൽ നിന്നും താഴെ വരെയും സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുത്തു. ഇനി 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് താഴെ വരെയും ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മളിവിടെ മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ച് എടുക്കുന്നുള്ളൂ. അവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ചുരിദാറിൻ്റെ കറക്റ്റ് നീളമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു 1/4 ഇഞ്ചും കൂടെ നമുക്ക് കൂട്ടി കൊടുക്കണം. നമ്മളുടെ താഴ്വശം ഒന്ന് മടക്കി അടിക്കാനായിട്ടാണ്. നമ്മളല്ലാതെ എടുത്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് നീളത്തിൽ നിന്നും ഒരു 1/4 ഇഞ്ച് കുറഞ്ഞു പോകും. അപ്പം നമ്മൾ 1/4 ഇഞ്ച് കൂട്ടി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അവിടെ ഒരു ചെറിയ ചെരിവുണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ടിലും ഇതുപോലെ തന്നെ ഒരു നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത്, ഷോൾഡർ 7 ഇഞ്ചും കൈക്കുഴി 7 ഇഞ്ചും മാർക്ക് ചെയ്തപ്പം കുറച്ച് സ്പേസ് വിടണം എന്ന് ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു. അവിടെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം ഇതുപോലെ നമുക്ക് ചുരിദാർ നമ്മുടെ ചെറുതായി പോകാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ സീം അലവൻസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഏറ്റവും അറ്റത്ത് കൊടുത്തിരിക്കുന്ന ഈ വരകളിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് തുണി നമ്മളിപ്പോൾ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസ് ഒന്ന് വെച്ച് കൊടുത്തു.
ഇനി നമുക്ക് ഇവിടെ കൂടെ ഒന്ന് ട്രേസ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബാലൻസ് വന്ന തുണിയെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി അതിനുശേഷം അതിനെ ഒന്നും കൂടെ മടക്കി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് നമ്മുടെ കൈക്കുഴിയുടെ അളവ് 7 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് 9 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ പോയിന്റിൽ നിന്നും താഴേക്ക് നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇവിടുന്ന് ഇവിടേക്ക് നമുക്കൊരു സ്ലോപ്പ് വരച്ചു കൊടുക്കാം. ഇപ്പം ഇതുപോലൊരു സ്ലോപ്പ് നമ്മൾ വരച്ചു കൊടുത്തു. ഇനി നമ്മുടെ കൈയുടെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് കൈയുടെ ഇറക്കം മാർക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചാണ് എനിക്ക് ഇറക്കം വേണ്ടിയത്. 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പോയിന്റിൽ നിന്നും 6.5 നമ്മുടെ കൈയുടെ വണ്ണം അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഒരു കർവ് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗിൽറ്റുള്ള വശം അകത്തേക്കാക്കി ഇതുപോലെ ഒന്ന് മടക്കി നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. ബാക്ക് നെക്കാണ്. 3.5 ഇഞ്ചൊന്ന് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റിൽ നിന്നും താഴേക്ക് നമുക്ക് നെക്കിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 4 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ കൊടുക്കുന്നത്. ഇനി അതൊരു നമുക്കൊരു ബോക്സ് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു നെക്ക് ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് ബാക്കിൽ. അതൊന്ന് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും നമുക്കൊന്ന് ഇച്ചിരി സ്പേസ് വിട്ടിട്ട് വരച്ചെടുക്കണം. അത് നമ്മൾക്ക് നല്ല സ്റ്റിഫായിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ്. 3/4 ഇഞ്ച് ഗ്യാപ്പാണ് ഞാൻ എടുക്കുന്നത്. 3/4 ഇഞ്ച് ഗ്യാപ്പ് ഇതുപോലെ ഒന്ന് ചുറ്റും ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കും. ഇനി ഒരു 3/4 ഇഞ്ചിന് നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് നമുക്ക് നെക്കിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണം. നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് ഒരു 6.5 ആണ്. ഞാൻ ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നെക്കാണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് 6.5 ഇഞ്ച് എടുത്തത്. ഇനി ഇതൊന്ന് ബോക്സ് പോലെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇവിടേക്കൊരു വി പോലെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്കതിന് നമ്മളിപ്പോൾ വരച്ച് നിർത്തിയിരിക്കുന്ന അവിടുന്ന് താഴത്തേക്ക് ഒരു 1 ഇഞ്ച് ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വി പോലെ ഒരു സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാനിവിടെ പ്രത്യേകിച്ച് അളവൊന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഒരു ചെറിയ വി പോലെ ഒരു ഇത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന് ചുറ്റും നമ്മളുടെ നെക്ക് ഡിസൈൻ ഇതിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം.
ഞാനിപ്പോൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനും നമുക്ക് 3/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ. ഇപ്പം ഞാൻ ഇതുപോലെ ഒരു ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു വക്രത്തിൻ്റെ ഗിൽറ്റുള്ള വശം തുണിയുടെ നേരെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് തേച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ 2 എണ്ണവും തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് സൈഡെല്ലാം ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ സൈഡുകളും മടക്കി അടിച്ചു. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശത്തിൻ്റെ അവിടേക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ അവിടേക്ക് നമ്മുടെ ഈ ഫ്രണ്ട് നെക്കാണ് ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുന്നത്. ആ ഫ്രണ്ട് നെക്കിൻ്റെയും സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് വക്രത്തിൽ. അത് രണ്ടും ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. അവിടേക്ക് നമ്മുടെ വക്രം അതും സെൻറ്റർ മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെയും സൈഡിൽ കൂടെ നെക്കിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് വക്രത്തെ മുട്ടാതെ അടിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിതൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെയാണ് ഇത്. ഇത്ര അടിച്ചൊന്ന് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതൊന്ന് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം 1/4 ഇഞ്ച് വിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അകത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കണം. അന്നേരം നമുക്കിത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു നെക്ക് കിട്ടും. ഇനി ഇതൊന്ന് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഈ സൈഡിൽ കൂടെ നമുക്ക് ഒരറ്റത്തിൽ നിന്ന് തുടങ്ങി അങ്ങേ അറ്റം വരെയും സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെയും ഉൾവശം നമുക്കൊന്ന് 1/4 ഇഞ്ച് വിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനും ചെറിയ കട്ടിങ്സ് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഫ്രണ്ട് നെക്കിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് നെക്ക്. ഇനി നമുക്ക് ഈ ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തിന് മുകളിലേക്ക് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശം, അതായത് നമ്മുടെ ഫ്രണ്ട് ക്ലോത്തിൻ്റെ നല്ല വശം ഒരുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ചീത്തവശമാണ് ഇപ്പോൾ മേളിൽ കാണുന്നത്. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഈ ഒരു പീസ് ഇതുപോലെ മുകളിലേക്കാക്കി അതിനുള്ളിലേക്ക് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗമൊന്ന് ഒരുപോലെ സ്പേസ് വരാതെ ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഈ സൈഡിലും നമുക്കിതൊന്ന് പൊക്കിക്കൊടുത്ത് ഉള്ളിലേക്ക് സ്പേസ് ഒന്നും വരാതെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം. ഞാനിപ്പം 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇപ്പം ഞാനിതൊന്ന് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് നെക്കിൻ്റെ അരികു വശത്തു കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഷോൾഡർ രണ്ടും 1 ഇഞ്ച് പോലും പുറത്തേക്ക് വരാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബാക്ക് നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതിൻ്റെ ബാക്ക് നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. കൊടുക്കാനായിട്ട് സ്ലീവ്സിൻ്റെ ചീത്തവശത്തേക്ക്, അതായത് ഇപ്പോൾ ഈ കാണുന്ന ചീത്തവശമാണ്, ഇതിനുള്ളിലേക്ക് ഇതാ ഇതുപോലെ ആ താഴ്വശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 എണ്ണത്തിൻ്റെയും താഴ്വശം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഷോൾഡറുമായിട്ട്. അപ്പം നമ്മുടെ ഈ നല്ല വശത്തിന് മുകളിലേക്ക് ഇതുപോലെ നമ്മളുടെ സെൻറ്റർ, ഷോൾഡറിൻ്റെ ആ ജോയിൻറ്റും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററും കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് താഴ്വശത്തേക്ക് നമുക്കിതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്ത് താഴെ വരെയും സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഈ സെൻറ്ററിൽ നിന്ന് മുകളിലോട്ടും ഇതേപോലെ തന്നെ ഒന്ന് പിടിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ 2 സ്ലീവ്സും ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് അടിച്ചെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവ്സിൻ്റെ ഈ സൈഡിൽ കൂടെ ഒന്ന് താഴെ വരെയും സ്ലിറ്റിൻ്റെ ഭാഗം വരെയും നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്ത് അവിടെ വരെയും ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ സ്ലിറ്റ് മാർക്ക് ചെയ്തിടം വരെയും ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് സ്ലിറ്റ് ഒന്ന് തയ്ക്കാനായിട്ട് ഇതേപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ ഈ ഒരു വശം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോൾഡ് ചെയ്യുമ്പം നമ്മൾ അടിച്ച് നിർത്തിയിടം വരെ വേണം ഫോൾഡ് ചെയ്യാൻ, അതോടെ കൂട്ടി. എന്നിട്ട് ഇതുപോലെ ഒന്ന് രണ്ടാമതൊന്നുകൂടെ ഫോൾഡ് ചെയ്യുമ്പം ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു അടിച്ച് നിർത്തിയ നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഇതുപോലെ കിട്ടും. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു വശവും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ സൈഡെല്ലാം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. സ്ലിറ്റ് നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്വശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ചീത്ത വശത്തേക്ക് ഒരു പ്രാവശ്യം ഒന്ന് മടക്കി അതിനെ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് മടക്കി നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിതിൻ്റെ താഴ്വശം അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചുരിദാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.